ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നിങ്ങൾ വളരെ മുന്നേ തന്നെ പഠിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അല്ലേ, അത് എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. നിങ്ങൾ 5th 6th 7th ആയിട്ടായിരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. എന്നാൽ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന കുട്ടികളിൽ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിയില്ല. സത്യമല്ലേ? ചിലരുണ്ടാവും ഇതൊക്കെ എനിക്ക് പച്ച വെള്ളം പോലെ അറിയാമെന്ന് പറയും അല്ലേ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരല്ലേ നിങ്ങൾ കുറച്ച് ആൾക്കാർ അല്ലേ. ഇല്ലടാ, എൻ്റെ മനസ്സിൽ അങ്ങനെയല്ലേ ഉള്ളത്. എനിക്ക് ഇത് അത്യാവശ്യം ഇതൊക്കെ എനിക്ക് സിമ്പിൾ കാര്യം. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ, എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഒന്ന് അടിച്ചു പോവുക. എന്നിട്ട് നിനക്ക് കിട്ടിയ ആൻസറും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും സെയിം ആണോ ചെക്ക് ചെയ്യുക. സെയിം ആണെങ്കിൽ പിന്നെ ഈ വീഡിയോ കണ്ടാൽ നിനക്കറിയാം സംഭവം സെറ്റാണ്, ഈ ക്വസ്റ്റ്യനിൽ നീ സെറ്റാണ്. പക്ഷേ അല്ലെങ്കിൽ ഈ വീഡിയോ ബാക്കി കാണണം. ഓക്കെ, സോ അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരിക്കലും ഫ്രാക്ഷൻസിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ നിങ്ങളെ ഒരു കാലത്തും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. സെറ്റാണല്ലോ മക്കളെ. സോ ഈ ക്വസ്റ്റ്യനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? ഒന്നുമില്ല, ആദ്യത്തത് 3/4 അല്ലേ, 3/4 എഴുതി. പിന്നെ വരുന്നത് ഒരു പ്ലസ്സും ഉണ്ട് ഒരു മൈനസും ഉണ്ട്. ആ പ്ലസ്സും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറി, -3/5 അല്ലേ. അടുത്തത് 3/5 ആണല്ലോ. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു പ്ലസ്സും മൈനസും കൂടെ ഉണ്ട്. പ്ലസ്സും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും. എന്താ? 2/3 അതെഴുതി. പിന്നെ വരുന്നത് +5/8, +5/8. പിന്നെ വരുന്നത് പ്ലസ്സും മൈനസും കൂടിയാണ്, അത് മൈനസ് ആയിട്ട് മാറി. നമ്പർ ഏതാ? 4/15. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റി എന്താ ചെയ്തത്? ആകെ ചെയ്തത് മക്കളെ, ഈ പ്ലസ്സും മൈനസും കൂടെ മൈനസായി, ഈ പ്ലസ്സും മൈനസും കൂടെ മൈനസായി. ഇവിടെ പ്ലസ് മാത്രമേ ഉള്ളൂ, ആ പ്ലസ് താഴോട്ടേക്ക് എഴുതി. പ്ലസ്സും മൈനസും കൂടെ മൈനസായി. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ അതേപോലെ തന്നെ 3/4, 3/4, 3/5, 3/5, 2/3, 2/3, 5/8, 5/8, 4/15, 4/15 എല്ലാം അതുപോലെ തന്നെ. അടുത്ത സ്റ്റെപ്പ് മക്കൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റേഴ്സിൽ വരുന്ന നമ്പേഴ്സ് നോക്കുക. ഏതൊക്കെയാണ് നമ്പേഴ്സ്, ഏതൊക്കെയാണ് അവിടെ ഡിനോമിനേറ്റേഴ്സിലുള്ള നമ്പർ നിങ്ങൾ നോക്ക്. 4 ഉണ്ട് അല്ലേ, 4 ഉണ്ട്. അടുത്ത എത്രയാ? 5 അല്ലേ, 5 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, പിന്നെ 3 ഉണ്ട്. പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്, 15 ഉണ്ട്. ഇത്രയും നമ്പേഴ്സിൻ്റെ LCM മുമ്പിൽ കണ്ടുപിടിക്കണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കും? 4ൻ്റെ 5ൻ്റെ 3ൻ്റെ 8ൻ്റെ 15ൻ്റെ LCM നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചെറിയ നമ്പേഴ്സൊക്കെയാണ്, ഇപ്പോൾ 2 3 ആണെങ്കിൽ നമുക്കറിയാം LCM 6 ആണെന്ന് അല്ലേ. എന്നാൽ ഇത്രയും വലിയ നമ്പേഴ്സ് വരുമ്പം LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാനങ്ങോട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് മക്കളെ ഇതിലുള്ള നമ്പേഴ്സിൽ ഏതിനെങ്കിലും 1 നോക്കരുത്. ഏറ്റവും ചെറിയ നമ്പർ 1 എടുക്കണ്ട. അത് തൊട്ട് മേലത്തെ നമ്പർ ഏതാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്ക്. യെസ്, പറ്റൂലേ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ ഉണ്ട്. സോ ഞാനിവിടെ 2 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് താഴെ എഴുതുക. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനോ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അതുപോലെ തന്നെ താഴോട്ടേക്ക് എടുത്ത് എഴുതുക. ഫസ്റ്റ് നമ്പർ മക്കൾ നോക്കുക, 4 അല്ലേ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 2. അത് അതേപോലെ താഴോട്ടേക്ക് എഴുതി. 2 താഴോട്ടേക്ക് എഴുതി. ഓക്കെ, 4നെ താഴെ എഴുതി. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 എഴുതി. അടുത്ത നമ്പർ ഏതാ? 5 അല്ലേ. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് 5 അങ്ങനെ തന്നെ താഴോട്ടേക്ക് എഴുതണം. അടുത്ത നമ്പർ ഏതാ? 3 അല്ലേ. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, റിമൈൻഡർ വരും. അപ്പോൾ പറ്റില്ല. അപ്പോൾ എന്താ? 3 അതേപോലെ താഴോട്ടേക്ക് എഴുതി. അടുത്ത നമ്പർ 8 ആണ്. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടുക? 4. അത് താഴോട്ടേക്ക് എഴുതി. അടുത്ത നമ്പർ 15 ആണ്. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് 15 അതേപോലെ താഴോട്ടേക്ക് എഴുതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഈ നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ആയിട്ടുള്ള 1 നോക്കരുത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? ഉണ്ട് അല്ലേ. 2നെ ഡിവൈഡ് ചെയ്യാം, 4നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ താഴോട്ടേക്ക് എഴുതി. അടുത്ത നമ്പർ ആയിട്ടുള്ള 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3യും താഴോട്ടേക്ക് എഴുതി. അടുത്ത നമ്പർ ആയിട്ടുള്ള 4 അല്ലേ, മേലുള്ളത് 4 അല്ലേ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും.
അതിൻ്റെ അടുത്തത് ലാസ്റ്റ് ഉള്ളത് 15 അല്ലേ, 15 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 15 അതേപോലെ താഴോട്ടേക്ക് എഴുതി. എന്നിട്ടൊരു വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഈ നമ്പേഴ്സിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? ഉണ്ട് അല്ലേ, ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താവും? 1നെ പറ്റില്ല, 5നെ പറ്റില്ല, 3നെ പറ്റില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1,15 കിട്ടി. സോ 3 2 വന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയ നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഏതിനെങ്കിലും ഇപ്പോൾ കിട്ടിയ നമ്പേഴ്സിൽ ഏതിനെങ്കിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല അല്ലേ. അപ്പോൾ 2 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 3 എടുക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ഇതിലുണ്ടോ? ഉണ്ട് അല്ലേ. 3നെ ഡിവൈഡ് ചെയ്യുക, 15നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സൈഡിൽ 3 എഴുതുക. 3 എഴുതി. ഓക്കെ. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റില്ല. സോ 1 അതേപോലെ താഴോട്ടേക്ക് എഴുതി. അടുത്ത നമ്പർ 5 ആണ്. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 അതേപോലെ താഴോട്ട് എഴുതി. അടുത്ത നമ്പർ 3 നോക്ക്, 3 അല്ലേ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 1 5 1 അല്ലേ. യെസ്. അടുത്ത നമ്പർ 1 ആണ്. 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 1. അടുത്ത നമ്പർ 15 അല്ലേ. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. സോ 1 5 1 1 5 എന്ന് കിട്ടി അല്ലേ. ഓക്കെ. വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഈ നമ്പേഴ്സിന് 2 പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറും ഇല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഇല്ലേ? ഉണ്ട് അല്ലേ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഈ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ 5 എഴുതുക. 5 എഴുതി. ഓക്കെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 1 അങ്ങനെ തന്നെ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, അടുത്ത 1 അങ്ങനെ തന്നെ, അടുത്ത 1 അങ്ങനെ തന്നെ, അവസാനമുള്ള 5. ഈ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടി അല്ലേ. അങ്ങനെ അവസാനം 1 1 1 1 1 വരുന്ന രീതിയിൽ ആക്കുക. ഇതിനെ നമ്മൾ എന്താക്കി? 1 വരുന്ന വിധത്തിലേക്ക്, 1 വരുന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് ചെയ്യേണ്ടത് ഇവിടെയുള്ള നമ്പേഴ്സ് തമ്മിൽ മക്കൾ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെയുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത്? അയ്യോ മയച്ചു. ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത്? 2 ഇൻറ്റു LCM ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 എത്ര വരും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു ഈ 5 120. സോ LCM 120 എന്ന് കിട്ടി. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ ഇത്രയും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്ത് നോക്കാം. രണ്ടിലേതായാലും കുഴപ്പമൊന്നുമില്ല. LCM കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ. LCM കിട്ടുന്ന സ്റ്റെപ്പൊന്നും ആരും എവിടെയും ചോദിക്കില്ല. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കാൻ വേറെ ഒരുപാട് രീതികളുണ്ട്. ഏത് വേണമെങ്കിലും എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്യുന്നു? ഈ LCM ഡിനോമിനേറ്ററിൽ എഴുതുന്നു. 120 ഡിനോമിനേറ്ററിൽ എഴുതി. 120 ഡിനോമിനേറ്ററിൽ എഴുതി. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ന്യൂമറേറ്റർ അങ്ങോട്ട് ഇടും. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക. ആദ്യത്തെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 അതിന് എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക? 4നെ എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക? 3 കൊണ്ട്. അപ്പോൾ 4നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടും അല്ലേ. 4നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 120 കിട്ടുക? നോക്ക്, 4 3 12 ഈ ഒരു 0യും 0. അപ്പോൾ 4നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക. ആ 30നെ കൊണ്ട് അതിൻ്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 30 എത്രയാ? 3 ഇൻറ്റു 30 90. അതെഴുതി. അടുത്ത സൈൻ എന്താ? മൈനസ് അല്ലേ. ആ മൈനസ് ഇട്ടു. ഓക്കെ. അടുത്ത് നോക്കുക. ഈ 5നെ അടുത്ത ഡിനോമിനേറ്റർ 5 അതിന് എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 120 കിട്ടുക? 5നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്കിവിടെ 5 അല്ലേ. 5ന് എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുന്നല്ലേ നോക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയുള്ള നമ്പേഴ്സിൽ 5 ഒഴിവാക്ക്, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വരിക. 2 2 4 2 8 3 8 24 24. അപ്പോൾ 5ന് എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുക? 24 കൊണ്ട്. ആ 24നെ കൊണ്ട് നിങ്ങൾ അതിൻ്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 24 ഇൻറ്റു അതിൻ്റെ ന്യൂമറേറ്റർ എത്രയാ? 3 അല്ലേ. 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 72. സോ 72 മേലെ എഴുതി. അടുത്ത സൈൻ എന്താ? മൈനസ്. ആ മൈനസ് സൈൻ അതേപോലെ താഴോട്ട് എഴുതി. അടുത്ത ഡിനോമിനേറ്റർ നോക്ക്, 3. 3ന് എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ മക്കളെ 120 കിട്ടുക? നിങ്ങൾ ഈ നമ്പേഴ്സിൽ 3 ഒഴിവാക്ക്, ബാക്കിയുള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ. എങ്ങനെയാ? 3 ഒഴിവാക്ക്, ബാക്കിയുള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക 2 ഇൻറ്റു 5 10, 2 ഇൻറ്റു 2 4 അല്ലേ. നോക്കുക, 2 ഇൻറ്റു 2 4 ആണ്, പിന്നെ ഈ 2 ഇൻറ്റു 5 10 ആണ്. 4 ഇൻറ്റു 10 40. അപ്പോൾ 3നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 120 കിട്ടുക. ഡൗട്ടിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 4 12 ആണ്, ഈ ഒരു 0 120. അപ്പം 40നെ കൊണ്ടാണ് 3നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിന് ആ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 40 എത്രയാണ് വരിക? 80 എന്ന് വന്നു. അടുത്ത സൈൻ എന്താ? അടുത്ത സൈൻ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. 8നെ എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുക? 8നെ എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുക? അത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 8 കാണില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 8 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8 അല്ലേ. അപ്പോൾ അത് 3 ഒഴിവാക്കുക.
2 × 2 4, 4 × 2 8 ആണ്. അപ്പോൾ 8 കിട്ടുന്നത് അത് 3 ഒഴിവാക്കി, ബാക്കിയുള്ളത് നോക്കുക. 3 × 5 എത്രയാ? 15. അപ്പോൾ 8നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക. 8 10 80, 8 × 10 80 + 8 × 5 40, 80 + 40 ആണ് 120. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ആ 15നെ കൊണ്ട് നിങ്ങൾ അതിൻ്റെ ന്യൂമറേറ്റർ ആയിട്ടുള്ള 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 15 എത്ര വരും? 75. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സൈൻ എന്താ? മൈനസ്. മൈനസ് ഇട്ടു. ഇനി നോക്ക്, ഈ 15 എത്രയോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുക? അത് സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ഈ 15 വരുന്നത് ഇതിലേതാ നോക്ക്, മൾട്ടിപ്ലിക്കേഷൻ. 3 × 5 15 ആണ് അല്ലേ? അപ്പോൾ അത് രണ്ടും ഒഴിവാക്ക്, ബാക്കിയുള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ. 2 2 4 2 8 8. അപ്പോൾ 15 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്ക്, 8 10 80, 8 5 40, 120. അപ്പോൾ 8 കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ന്യൂമറേറ്റർ ആയിട്ടുള്ള 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 8 എത്രയാ? 32. ഇത് ചെയ്യണം. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 120 തന്നെ, ഡിനോമിനേറ്റർ 120 തന്നെ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യും. നോക്ക്, സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? യെസ്, 90 - 80 10. ആഡ് ചെയ്യാനുള്ളത് തന്നെ ചെയ്യണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒഴിവാക്കിക്കളി. ആദ്യം 90 - 80 10 ആണ് കിട്ടി. ഓക്കെ, പിന്നെ 10 + 75. 75നോട് 10 ആഡ് ചെയ്ത് എത്രയായി? ഒരു 10 ഉണ്ടല്ലോ, അപ്പോൾ കിട്ടിയ 10നോട് +75 എത്രയായി? 85 ആയി. 85 - 72. 85 - 72 എത്രയാ? 13. 13 - 32. 13 - 32 എത്രയാ? 13 - 32 19 അല്ലേ? 19 19 29. യെസ്, -19. -19. യെസ്, കറക്റ്റാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഒരു 90 ഉണ്ട് അല്ലേ? 90 - 80 10 ആണ്. പിന്നെ 10 + 75 85 ആയി. 85 - 72. 85 - 72 എത്രയാ? 8 5 13. 13 കഴിഞ്ഞിട്ട് -32. 13 - 32 എത്രയാ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് -19. സോ -19 ഡിവൈഡഡ് ബൈ 120 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണോ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഏതെങ്കിലും മക്കൾ ഇനി യോധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മൾ യോധ ബാച്ചിൽ ഒരുപാട് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ യോധ ബാച്ചിൽ പഠിപ്പിച്ചതാണ്, ക്ലാസ്സിൽ എടുത്തതാണ്. സോ ഇനിയും ഏതെങ്കിലും കുട്ടികൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് 8 CBSEയുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ ട്യൂഷനാണ്. നിങ്ങളെ സൈലൻറ്റ് ലേണിംഗ് ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു വർഷത്തേക്ക് ടോട്ടൽ എല്ലാ സബ്ജക്റ്റിനും കൂടെ നമ്മുടെ ഫീസ് വരുന്നത് 2499 ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂളിൽ പോവാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം നമുക്ക് ക്ലാസ് പോകാൻ പറ്റില്ല. സപ്പോസ് നമുക്കൊരു പനിയായിട്ട് ക്ലാസ് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ക്ലാസ് നമുക്ക് പിന്നെ കിട്ടുമോ? ഇല്ല അല്ലേ? നമ്മൾ പിന്നെ ടീച്ചറെ അടുത്ത് പോയിട്ട് ആ ഡൗട്ട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അന്ന് എടുത്ത ടോപ്പിക്സ് ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷേ യോധ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സായിപ്പോയി, ആ ക്ലാസ് അവിടെ ഉണ്ടാവും. അതായത് നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സസും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. വർഷം അവസാനിക്കുന്നവരെ, നിങ്ങൾ എക്സാം എഴുതുന്നത് വരെ ആപ്പിലുണ്ടാവും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്തെടുത്ത് കാണാൻ പറ്റും. ഒരു ചാപ്റ്റർ, ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് കയറി റാഷണൽ നമ്പേഴ്സിൻ്റെ എന്ന് വിചാരിക്കാം, ഫസ്റ്റ് പാർട്ട് ക്ലാസ്, ആ ക്ലാസ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പിന്നെ പോയി കാണാം. ആ ക്ലാസ് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ നോട്ട്സും അവിടെ തന്നെ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുമ്പം എക്സാംസ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും, മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാവും, ടേം എക്സാംസ്, മോഡൽ എക്സാംസ് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.